ബീച്ചിൽ അതൊക്കെ ശരിക്കും ഇതുപോലത്തെ ചട്ടികളിൽ നിന്ന് ഒഴിവാക്കി നിലത്ത് തന്നെ പോട്ടുകളിൽ ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും നമ്മളുടെ പോട്ടിംഗ് മിക്സ് അതിന് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതിനെ കുറിച്ചുമാണ്. നമ്മൾ സാധാരണ എല്ലായിടത്തും തന്നെ കൃഷി ചെയ്യുന്നത് ഗ്രോ ബാഗുകളിലാണ്, അതിനകത്ത് ചട്ടികളിൽ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ പോട്ടുകളിൽ ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എയർ പ്രൂണിങ് പോട്ടാണ്. എയർ പോട്ട് എന്ന് പറയും, നമ്മുടെ ബാക്കിൽ ഇരിപ്പുണ്ട്, അത് കാണിച്ചു തരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ബക്കറ്റുകൾ, പെയിന്റിന്റെ ബക്കറ്റ് കിട്ടും. ഇപ്പൊ നമ്മൾ ഇവിടെ അടുക്കുന്നത് കാണാം, പെയിന്റിന്റെ ബക്കറ്റ്. ഈ പെയിന്റ് ബക്കറ്റുകളിൽ ഹോൾ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു പോട്ടായിട്ട് ഉപയോഗിക്കാം. ഈ ഹോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് ചെടിക്ക് വേണ്ട ഒരു സാധനമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. എയറുമായിട്ട് കോണ്ടാക്ട് വേണം. അപ്പോൾ എയർ കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് ഹോളുകളുള്ള പോട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് എയർപോർട്ട് ഏറ്റവും നല്ല പോട്ടാണെന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത കാണാം, ഇതിന് ഒരുപാട് എയർ ഹോളുകളുണ്ട്. ഇത് വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്, പേറ്റന്റഡ് സാധനമാണ്. തന്നെ ഇതിന് അത്യാവശ്യം വിലയുണ്ട്. ഒക്കെ ഇതിനൊരു ഡ്യൂറബിലിറ്റി പറയുന്നുണ്ട്. പല സൈസുകളിൽ ഈ സാധനം കിട്ടും. നമുക്ക് ഗ്രോ ബാഗിന്റെ ഒക്കെ സൈസിലുള്ള ഇത് കിട്ടും. അപ്പോൾ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻകേസ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഈ എയർപോർട്ടുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ പെയിന്റിന്റെ ഡ്രമ്മുകൾ കിട്ടും. ഈ ഡ്രമ്മുകൾ വാങ്ങിയിട്ട് നമ്മൾ ഹോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലത്തെ ഹോളുകൾ ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. ഇതുപോലത്തെ ഹോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു 4 mm ബിറ്റ് ഉണ്ട്, അതിനകത്ത് ഹോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എയർപോർട്ട് പോലെ തന്നെ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഡ്രമ്മ് നിറച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രാവൽ നമ്മൾ ഗ്രോ ബാഗിനകത്തൊക്കെ മിക്സ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമന്റ് പോലെ വന്ന് സെറ്റായി പോകും. അപ്പൊ അങ്ങനെ ഒരിക്കലും വരാതിരിക്കാനായിട്ട് ശരിക്കും ഇത് കല്ലുള്ള ഗ്രാവൽ നോക്കി നമ്മൾ വാങ്ങണം. ഇതൊരിക്കലും അരിച്ചു കളയരുത്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഈ ഒരു 3/4 mm ചിപ്സുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇടുമ്പോഴത്തേക്കും ശരിക്കും ഇതിനകത്ത് നല്ല എയർ കിട്ടാനും നന്നായിട്ട് ചെടിയുടെ വേര് ഓടാനും ഒക്കെ ഇത് സഹായിക്കും. വേര് ഓടുക എന്ന് പറയുന്നത് ചെടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഗ്രോ ബാഗുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അരിച്ച് ഇത് സെറ്റ് ചെയ്യരുത്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ pH ആണ്. അപ്പോൾ pH റെഗുലറൈസ് ചെയ്യാനായിട്ട് നമ്മൾ കുമ്മായം ഉപയോഗിക്കാം, ഡോളമൈറ്റ് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിക്കാം. കുമ്മായാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ കൂടെ വളം മിക്സ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചക്കക്കയുടെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണാം, ഇത് പച്ചക്കക്കയുടെ പൊടിയാണ്. ഇത് നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അടിവളം, മണ്ണിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമി പവർ എന്ന് പറയുന്ന ഒരു ഗ്രാനുകളാണ്. വോൾക്കാനിക് ആഷാണിത്. ഇതൊരു വോൾക്കാനിക് ആഷാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മണ്ണിനെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ടും ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കിട്ടാനുമായിട്ട് ഈ സാധനം നല്ലതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഓർഗാനിക് പ്രോമാണ്. ഓർഗാനിക് പ്രോം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ DAP, ഡയമോണിയം ഫോസ്ഫേറ്റ്, ഫാക്ടംഫോസ് അതൊക്കെ പകരമായിട്ട് ഓർഗാനിക് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ഒരു ഗ്രാനുകളാണ്. ഇതൊക്കെ ചെടിക്ക് വളരെ കുറച്ച് മതി. അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കമ്പോസ്റ്റ് ആണ് ഏറ്റവും നല്ല വളം. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വളം മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കമ്പോസ്റ്റ് ചേർത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ട്രൈക്കോഡർമ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ ഏറ്റവും എസെൻഷ്യൽ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈക്കോഡർമ ചേർക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ വളരെ കാര്യമായിട്ട് നോക്കിയാൽ മാത്രമാണ് നമ്മൾ ശരിക്കും ഗ്രോ ബാഗുകൾ പോലുള്ള അല്ലെങ്കിൽ പോട്ടുകളിൽ വെച്ച്, ചട്ടികളിൽ വെച്ച് നമുക്ക് കൃഷി ചെയ്താൽ അതിനകത്ത് ഈൽഡ് കിട്ടുന്നത്. പ്രധാനമായിട്ടും ഇതുപോലത്തെ ശരിക്കും ഗ്രോ ബാഗുകളാകട്ടെ ഈ പോട്ടുകളാകട്ടെ ഇതിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് മുളക്, വെണ്ട, വഴുതന, തക്കാളി പോലുള്ള സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്തൊക്കെ ചെയ്യാൻ നല്ലത്. പടർന്നു പോകുന്ന സാധനങ്ങൾ, ഇപ്പോൾ പാവല്, പടവല്, പീച്ചില് അതൊക്കെ ശരിക്കും ഇതുപോലത്തെ ചട്ടികളിൽ നിന്ന് ഒഴിവാക്കി നിലത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെയൊക്കെ വേര് നന്നായിട്ട് സഞ്ചരിക്കുന്നതാണ്. നന്നായിട്ട് നല്ല ന്യൂട്രിയൻസും ഇതിന് സപ്ലൈ ചെയ്യണം. അപ്പം അങ്ങനെ കൊടുത്താലാണ് ഇതൊക്കെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിനകത്ത് തക്കാളി, വെണ്ട, വഴുതന, പച്ചമുളക് ഇതൊക്കെ ഈ പോട്ടുകളിൽ നമുക്ക് വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത്, നല്ല ഈൽഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്ത് മണ്ണിന്റെ ആരോഗ്യം, അതിന്റെ pH, അതിന് കൊടുക്കുന്ന എയർ കിട്ടാനുള്ള സംവിധാനം, പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷനായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.